4 സെന്റ് സ്ഥലത്ത് 4 ബെഡ്റൂമിലായിട്ടാണ് നമ്മൾ ഈ ഒരു വീട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു റെക്ടാംഗിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആയിരുന്നു. നേരെ ഫ്രണ്ടിലേക്ക് ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്. ഒരു സൈഡിലേക്ക് റോഡ് താഴ്ന്നു പോകുന്ന ഒരു രീതിയിലായിരുന്നു നമ്മുടെ ഇവിടുത്തെ ഓറിയന്റേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു താഴ്ന്നു പോകുന്ന ഭാഗത്തായിട്ട് തന്നെ നമ്മളെ ഒരു ഗേറ്റ് ഇവിടെ സെറ്റ് ചെയ്തു. സിറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മളെ ഒരു ലിവിംഗ് റൂം അതേപോലെ ഡൈനിങ് പിന്നെ കിച്ചൺ ഈ കാര്യങ്ങളെല്ലാം ഒരു സിംഗിൾ ലൈൻ എന്ന രീതിയിലാണ് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്തത്. ഡൈനിങ്ങിനോട് കുറച്ച് വിട്ട് വരുന്ന രീതിയിൽ സിറ്റ് ഔട്ടിന്റെ നേരെ പിറകിലായിട്ടാണ് നമ്മൾ സ്റ്റെയർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് ഒരു വാഷ് ഏരിയ നമ്മളോട് കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം ആയിരുന്നു. ഒന്ന് നമ്മളെ കിഡ്സ് ബെഡ്റൂം ആയിട്ടും പിന്നെ കിഡ്സ് ബെഡ്റൂമിന്റെ സൈഡായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് നമ്മൾ ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. അത് വാഷിന്റെ പിറകിലായിട്ടാണ്. പിന്നെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂം കന്നിമൂലയിലായിട്ടാണ് നമ്മൾ മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂം ഇതേപോലെ തന്നെ നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന രീതിയിലാണ് മാസ്റ്റർ ബെഡ്റൂം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു വീടിന്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു വർക്ക് ഏരിയ ഇവിടെ വേണ്ടിയിരുന്നു. വർക്ക് ഏരിയ കിട്ടാനായിട്ട് നമ്മൾ കിച്ചണിന്റെ അവിടെ നിന്ന് എക്സ്റ്റൻഡ് ആയിട്ട് ഷീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വർക്ക് ഏരിയ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഒരു ഗാർഡൻ വർക്ക് കാര്യങ്ങൾ എന്ന രീതിയിലേക്കായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ പ്ലോട്ട് ആയതുകൊണ്ട് കാണാനൊരു ഭംഗി കിട്ടാനായിട്ട് ചെറിയൊരു ഗ്രീനറി ഏരിയ ഇത്രയും പോർഷൻ നമ്മൾ ആ ഒരു രീതിക്ക് ഒരു ഗ്രീനറി സ്പേസ് ആയിട്ട് നമ്മളിവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ടോട്ടലായിട്ട് ഒരു 1400 സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു വീട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ചെയ്തത് സ്റ്റെയറിന്റെ ആ ഒരു എക്സ്റ്റൻഷൻ നേരെ കയറി പോകുന്ന ഭാഗം തന്നെ ചെറിയ ഒരു ഏരിയ ഒരു അയണിംഗ് സ്പേസ് കാര്യങ്ങളൊക്കെ ഒരു അയൺ ടേബിൾ ചെയ്യാനുള്ള ചെറിയൊരു പോർഷനാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ താഴത്തെ പോലെ തന്നെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ബാത്റൂം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു പോർച്ചിന്റെ ഭാഗത്തേക്കായിട്ട് ചെറിയൊരു ക്യാൻഡിലിവർ പോർഷൻ കൊടുത്തിട്ടാണ് നമ്മൾ മുകളിലുള്ള ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തത്. പിന്നെ നമുക്ക് സെക്കൻഡ് ബെഡ്റൂം വരുന്നത് നമ്മൾ ലിവിംഗ് റൂമിന്റെ നേരെ മുകളിലായിട്ടാണ് നമ്മൾ സെക്കൻഡ് ബെഡ്റൂം കാണിച്ചിട്ടുള്ളത്. ലിവിംഗ് റൂമിന്റെ മുകളിലായിട്ട് കാണിച്ചുകൊണ്ട് തന്നെ വീടിന്റെ എക്സ്റ്റീരിയർ നോക്കുന്ന സമയത്ത് ഫ്രണ്ട് ഏരിയ ഫുള്ളി എൻഗേജ് ആണ്. കുറച്ച് കാലം കഴിഞ്ഞാൽ ഒരു ബെഡ്റൂം പോലെ കൺവേർട്ട് ചെയ്യാൻ എന്ന രീതിയിലൊക്കെ ആയിട്ട് വലിയൊരു ഓപ്പൺ ഡ്രസ് ഏരിയ കൂടെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്.